ഞാൻ ഇന്ന് വരെ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടില്ല, സിഗരറ്റ് പോലും വലിക്കില്ല. ഇച്ചിരി ബീറോ വൈനോ കള്ളൊക്കെ കുടിക്കും ഇടയ്ക്ക്. പക്ഷെ ബോച്ച കള്ള് കുടിക്കും, കള്ള് ബോച്ചനെ കുടിക്കാറില്ല. എന്ന് പറഞ്ഞാൽ നിർത്തേണ്ടവർക്ക് നിർത്തും. അപ്പൊ കേട്ടാ തോന്നും ഞാൻ ഡ്രഗ് അടിക്കുന്നവനാണ്, ഡ്രഗ്സിനെ കുറിച്ച് ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നത്. അയ്യോ, ഞാൻ പുണ്യാളൊന്നല്ല. ഞാൻ ഇത് പറയുമ്പോ തന്നെ പിള്ളേർക്ക് അറിയാം, ബോച്ച 2 അടിക്കുന്നതാണല്ലോ, ബോച്ച തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഡ്രഗ്സ് അടിക്കുന്ന എവിടെയും പറഞ്ഞിട്ടില്ല, ഞാൻ കഴിക്കില്ല. പക്ഷെ അത് ഇങ്ങനെയാക്കി, ലഹരി ഉപയോഗിക്കുന്നവൻ ലഹരിയെ കുറിച്ച് പറയാമോ എന്ന്. ഇനി ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല. മറഡോണ ഇത് പറയാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു നിർത്തി കഴിഞ്ഞപ്പോ. അങ്ങനെയാണെങ്കിൽ മറഡോണയ്ക്കെതിരെ പറയോ? മറഡോണ ലഹരി ഉപയോഗിച്ചിരുന്നു, ഡ്രഗ്സ് അതുകൊണ്ട് നശിച്ചു, മക്കളെ നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ നല്ലതല്ലേ, അല്ലേ, മാതൃകയല്ലേ? അതുകൊണ്ട് മറഡോണ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞു? ഇല്ല, മറഡോണ മരിച്ചുപോയല്ലോ, പറയാൻ പറ്റില്ലല്ലോ. അല്ല, മറഡോണ ഈ ഉദ്ഘാടനം ചെയ്തിട്ട് ഈ മെസ്സേജ് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു നിർത്തിയതിന് ശേഷം. കുറ്റബോധം ഉണ്ടായിരുന്നു പുള്ളിക്ക്. ബോബി ചെമ്മണ്ണൂർ ഒരു പ്രാഞ്ചിയേട്ടനാണ് എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ഇഷ്ടം കുറച്ചു പേര് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇപ്പൊ അടുത്ത് ഇപ്പൊ ലാസ്റ്റ് ഇത് എനിക്ക് 1-2 പേരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് ഓർമ്മയില്ലാണ്ടോന്ന് അറിയില്ല. ഇപ്പൊ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. അത് ചിലപ്പോ ഈ കണ്ടിന്യൂസ് പറയുമ്പോ ചിലപ്പോ ഏതാണ് പറയാതെന്ന് ഓർമ്മയുണ്ടാവും. ചിലപ്പോ പുള്ളിയുടെ കുഴപ്പമായിരിക്കില്ല, തിരക്കുണ്ടാവും. പുള്ളി ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ എഴുതി കൊടുക്കുന്നത് വായിക്കുമ്പോ പറ്റുന്ന അബദ്ധങ്ങളായിരിക്കാം ചിലപ്പോ എന്നുള്ളത്. പ്രാഞ്ചിയേട്ടൻ ഇടയ്ക്കൊക്കെ ഇച്ചിരി ആവണോണ്ട് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളാർക്കും ദോഷമൊന്നും ചെയ്യുന്നില്ലല്ലോ. 10-20 ലക്ഷം വ്യൂവേഴ്സ് ഉള്ള വീഡിയോയിൽ 10-20 ആള് പറഞ്ഞാൽ ഞാൻ പ്രാഞ്ചിയേട്ടനാവോ? ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അറിയാലോ ഞാൻ ആരാണ്, ഇത്ര വർഷമായിട്ട് ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നത്, അല്ല എന്ത് ദ്രോഹം ആർക്കാ ഉണ്ടായത്. നിലവിൽ എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാകും? ഞാൻ അങ്ങനെ ഈ നല്ല കാര്യങ്ങൾക്കൊന്നും എണ്ണം വെക്കാറില്ല. ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ലല്ലോ. ആരും ഉപദ്രവിക്കാത്തടത്തോളം കാലത്തൊന്നും വലിയ ഒരു കുഴപ്പമൊന്നുമില്ല. അതൊരു സഹായമല്ലേ. എന്നോടൊരു സ്നേഹം തോന്നി, ഞാൻ അത് നിരസിച്ച അവർക്ക് വിഷമാവില്ലേ? അതേസമയം ആ സ്നേഹം ഞാൻ സ്വീകരിച്ചാലോ അവര് സന്തോഷവതിയാവില്ലേ? അപ്പൊ അവരെ സന്തോഷിപ്പിക്കുക, ഞാനും സന്തോഷിക്കുക. ചേട്ടന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ചേട്ടനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. അല്ലല്ല, അവർക്ക് സത്യം അറിയാൻ എന്റെ കൂടെ നടക്കുന്നോണ്ടേ, അതാണ് സത്യം പറയുന്നോണ്ടുള്ള ഒരു സന്തോഷം കൊണ്ടാണ് അവർ ചിരിക്കുന്നത്. ഈ ബോബി ചെമ്മണ്ണൂർ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും കൂടെ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ, അതിന്റെ ആൻസർ എനിക്ക് പറഞ്ഞു തരാമോ? ബോബി ചെമ്മണ്ണൂർ കാർ, നിലവിൽ എത്ര കാറുകളുണ്ട്? നിലവില് മൊത്തത്തിലുള്ള എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്യുന്ന കാർ ഒരു 4-5 ഉണ്ട്. പിന്നെ കമ്പനിയുടെ അടുത്ത കുറെ ഉണ്ടാവും. ഏറ്റവും പ്രിയപ്പെട്ട കാർ ഏത്? സ്പോർട്സ് കാറാണ്. ഏതാണ്? അവാന്തി, ഇന്ത്യൻ സ്പോർട്സ് കാർ, ഫസ്റ്റ് കാറാണ്. ഇതിനെ കുറിച്ചൊക്കെ നല്ല ധാരണ എനിക്കുള്ളത് കൊണ്ട് കൂടുതൽ അതിനുള്ള ചോദ്യം